iOS 17 വന്നു ശരി, എന്താ കാര്യം? ഐഫോൺ 12 യൂസർ മുതൽ മേളിലേക്കുള്ളവർക്കൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പവറിന് പവർ, പെർഫോമൻസിന് പെർഫോമൻസ്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വൻ വിഷയമാണ്. പക്ഷേ അതിന് താഴേക്കുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കോ, മെയിനായിട്ടും ഒരു ഹോം ബട്ടൺ ഉള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കോ, അവിടെയാണെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫീച്ചറും അതുപോലെ തന്നെ ഫേസ് ടൈമിൽ ആ ഒരു ഗെസ്റ്റർ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാനൊരു iPhone SE യൂസറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടച്ച് ഐ ഡിയുടെ എക്സ്പീരിയൻസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു ടച്ച് ഐ ഡി എന്ന് പറഞ്ഞ ഫീച്ചറാണ്. എന്തിന് ഇപ്പോൾ ആ ഒരു ടച്ച് ഐ ഡി എന്ന് പറഞ്ഞ ഫീച്ചർ കിട്ടുന്ന ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് നോക്കിയാൽ ഒന്ന് iPhone SE 3rd Gen പിന്നെ ആ ഒരു iPad സീരീസുമാണ്. ടച്ച് ഐ ഡിയുടെ ആ ഒരു സെക്യൂരിറ്റി ലെവലൊക്കെ അന്യായം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു യൂസബിലിറ്റി, ഇപ്പം ഞാൻ iPhone SE 2nd Generation ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ടച്ച് ഐ ഡി ഇപ്പം യൂസ് ചെയ്തത് ചില സമയത്ത് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഒരു തുണി യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ ഉള്ളൂ ആ ടച്ച് ഐ ഡി വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ തോന്നുന്ന സമയത്തൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും ഐഫോൺ മര്യാദയ്ക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ടച്ച് ഐ ഡി ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, അതിന് പകരം അസിസ്റ്റീവ് ടച്ച് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു ടച്ച് ഐ ഡിന് മാക്സിമം യൂസ് ചെയ്യാൻ പറയുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രശ്നം ഇന്നേ വരെ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ആൻഡ്രോയിഡ് കാര്യത്തിലേക്ക് നോക്കിയാലും ബഡ്ജറ്റ് സീരീസിലുള്ള ഫിംഗർ പ്രിൻ്റ് ഐ ഡി പോലും അത്യാവശ്യം പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. അതിപ്പോൾ നിങ്ങൾ വെള്ളം വെച്ച് തൊട്ടാലും അതുപോലെ തന്നെ കയ്യിലിത്തിരി പൊടിയായാലും ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ അവിടെ കുറച്ച് എന്താ പറയുക വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഡിറ്റക്ട് ചെയ്ത് അൺലോക്ക് ചെയ്യും. ഇവിടെ അത് വൻ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടച്ച് ഐ ഡി എന്ന് പറയുന്ന സംഭവത്തിനേക്കാളും ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ആ ഒരു ഫേസ് ഐ ഡി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പറയാൻ വന്നത് iOS 17 ആ ഒരു പോരായ്മകളല്ല. iOS 7 ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ളൊരു UI സെറ്റപ്പ് തന്നെയാണ്, നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പെർഫോമൻസ്, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എല്ലാ പരിപാടിയും ആ ഒരു UIയിൽ വന്നിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 12 താഴേക്കുള്ള ഡിവൈസിനൊക്കെ ഈ iOS 17 അത്യാവശ്യം സ്ട്രഗിൾ ആകുന്നുണ്ട് ഇത് വർക്ക് ആവാനായിട്ട്. അപ്പോൾ iPhone 12 താഴേക്കുള്ള ഡിവൈസസിൽ മെയിനായിട്ടും കിട്ടാത്ത 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ മെയിനായിട്ടും നമ്മുടെ ഫോൺ നമ്മുടെ കണ്ണിനോട് അടുത്താണ് ഇരിക്കുന്നത്. ചിലരുടെ മെയിൻ വിഷയമാണ്. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ പോയാലും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഡെസ്കിൻ്റെ മുകളിൽ വെക്കും, അത് ഫോൺ കാണുന്നത് അതിൻ്റെ കണ്ണോട് അടുപ്പിച്ചാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. ഐ ലെവൽ വെച്ച് നോക്കുമ്പോൾ 30 സെൻറ്റിമീറ്ററിലും കുറവിലാണ് നിങ്ങൾ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ വന്നതിന് നമ്മുടെ ഫോൺ ഇത്തിരി അകത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫീച്ചർ മെയിനായിട്ട് ഫേസ് ഐ ഡി സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു ഫീച്ചറാണ് ഫേസ് ടൈമിലെ ഗെസ്റ്റർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ മെയിനായിട്ടും ഫേസ് ടൈമിൽ വരുന്ന അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ നമുക്ക് ട്രൂ ഡെപ്ത് ക്യാമറ അല്ലെങ്കിൽ ആ ഒരു ഫേസ് ഐ ഡി സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. വേറെ നല്ലൊരു ഫീച്ചർ, നമ്മൾ ഓരോ ഗെസ്റ്റേഴ്സ് കാണിക്കും. ഇപ്പോൾ ഹാർട്ട് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു സിമ്പിൾ ഇങ്ങനെ വരും, നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ പടക്കം പൊട്ടുന്ന പരിപാടികളൊക്കെ അത് നല്ല എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആ വീഡിയോ കോൾസ് ഒക്കെ അത്യാവശ്യം ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ആ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു ഡിവൈസസിൽ ഫേസ് ഐ ഡി സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസസിൽ ഇത് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം ഇത് നമുക്ക് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ആപ്പിളിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു സെറ്റപ്പാണ്. ഇനി ഇപ്പോൾ അടുത്തായിട്ട് ക്യാമറ സെഷനും അതുപോലെ തന്നെ വീഡിയോ സെറ്റപ്പും. ഓക്കെ, ക്യാമറയിൽ അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ടും ഗെയിംസ് കൂടുന്നുണ്ട്. ഓരോ അപ്ഡേറ്റിന് ശേഷവും അത്യാവശ്യം ഗെയിംസ് ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും SE-ലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ ക്യാമറ വെച്ചുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ, കാരണം നല്ല രീതിയിലുള്ള ഗ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫിലിമിക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടി ആപ്പൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് അത് ഇത്രയും 2K ചെയ്തിട്ട് വേണം ഇത്രയെങ്കിലും ക്വാളിറ്റിയിലേക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നല്ല രീതിയിൽ ഡ്രോപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പം ഓൾഡർ ആയിട്ടുള്ള iPhone 11 തൊട്ട് താഴെയുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് iOS 17 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യണം. കാരണം അത് നമുക്ക് ആവശ്യമാണ്. കാരണം ഇപ്പോഴും iPhone 12 താഴേക്ക് യൂസ് ചെയ്യുന്നവരായിട്ട് കുറേ പേരുണ്ട്, ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് iOS 17 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ ആ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും. അത് ബാക്കി എല്ലാ ഓൾഡർ ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്കും ഒരു പവറായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പഴയ ഐഫോൺസിലൊക്കെ വരാത്തത്. ഇനിയിപ്പോൾ iOS 17 കഴിഞ്ഞിട്ടുള്ള ആ ഒരു iPhone SE 2020 ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫീച്ചേഴ്സിന് കുറവുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ക്യാമറ സെഗ്മെൻറ്റ്, ക്യാമറയിൽ നമുക്ക് ക്വാളിറ്റി ലോസ് ഉണ്ടെങ്കിലും സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ആ ഒരു UI പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്.
നമുക്ക് നല്ല രീതിയിലുള്ള ഫ്ലോ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫീച്ചേഴ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഐഫോൺ SEയുടെ കാര്യം പറയുകയാണെങ്കിൽ A13 ബയോണിക് ചിപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് തന്നെയാണ് അത്. അപ്പം ആ ഒരു ചിപ്പിൽ നമുക്ക് ആ ഒരു പുതിയ ഫീച്ചർ ആയിട്ടുള്ള കീബോർഡ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഫീച്ചർ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രെഡിക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം iPhone XR പോലത്തെ ഡിവൈസസിലൊക്കെ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം അത് അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രെഡിക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആരെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തതും ഇതാണ്, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കീബോർഡിൻ്റെ ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്തെങ്കിലും മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ വൻ വിഷയമായിരുന്നു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് വേറൊരു ടെസ്റ്റായിട്ട് കൺവേർട്ട് ആയിട്ട് വരാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ബാക്ക് അടിച്ച് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ആ ഒരു നടുക്കായിട്ടൊരു ഇത് വരും, സജഷൻ വരും. അതിന് തൊട്ടിപ്പുറത്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു വേർഡ് വരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പം കുറച്ച് ഇരട്ടിപ്പണിയാണ് ഈ ഒരു മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം. പക്ഷേ ഇപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മൾ മംഗ്ലീഷ് വേറൊരു ആപ്പ് പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുക്കാൻ ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ കീബോർഡ് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ UI ചേഞ്ചസ് വലിയ രീതിയിലില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. iOS 17 iOS 16 സെയിം സെറ്റപ്പ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കൺട്രോൾ സെൻറ്ററിൽ ആ ഒരു ആക്ഷൻസിലൊക്കെ, അതായത് ആ ഒരു വോളിയം കൂട്ടി ഓവറായിട്ട് കൂട്ടുമ്പോൾ ആ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇത്തിരി മോഷനായിട്ടുള്ള ആ ഒരു ഈ ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഫീച്ചറാണെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, അതൊന്നുമില്ല. ഓക്കെ, അപ്പം UI ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ഒരു സെയിം ലോഗോ, അതുപോലെ തന്നെ ആ ഒരു സെയിം ആപ്പിലായിട്ട്, പിന്നെ വിഡ്ജറ്റ്സിൽ കുറച്ച് ഡൈനാമിക് വിഡ്ജറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു ഇൻട്രാക്റ്റീവ് വിഡ്ജറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. റിമൈൻഡേഴ്സ് ഒക്കെ അതൊക്കെ പണ്ട് തൊട്ടേ ആൻഡ്രോയിഡിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മെയിനായിട്ടും iOS 17 മാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ iOS 17 ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണെന്നെങ്കിൽ iOS 17 ഒഫീഷ്യലി എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഇവിടെ കൊടുക്കാം, ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി കുറയും, ഗ്രെയിൻസ് കൂടി തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചെയ്യാതിരുന്നാലും എന്തായാലും ചെയ്യുക, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. എന്നാൽ നിങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാതിരിക്കേണ്ട, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഫയൽ സൈസ് ഏകദേശം 2.5 ആ ഒരു ഏകദേശം ഫയൽ സൈസാണ് എനിക്ക് ഈ iOS 17 ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾ iPhone 8 സീരീസ് ആണ്, അതുപോലെ തന്നെ ഐഫോണിൻ്റെ 8 സീരീസിന് താഴേക്കുള്ള ഡിവൈസസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം iOS 15 വരെയായിരുന്നു നിങ്ങളുടെ ലാസ്റ്റത്തെ അപ്ഡേറ്റ്, അല്ലെങ്കിൽ iOS 16 വരെ. iOS 17 നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ iOS 17 അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും നമുക്ക് ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ക്യാമറയിൽ അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് റിസ്ട്രിക്റ്റഡ് ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളല്ലാതെ iOS 17 അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. അത് പറയാനുള്ള കാരണം iOS 16 ഇൻസ്റ്റാൾ ചെയ്തത് എനിക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാണ്, അത്യാവശ്യം ആദ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. ബഗ് നമ്മൾ മെയിനായിട്ടും കണ്ടൊരു കാര്യമാണ് നോട്ടിഫിക്കേഷനിലെ ബഗ്. ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള ഐഫോണിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇപ്പോഴും ആ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സഫാരിയിൽ കുറച്ച് ബഗ്സ് കാണാൻ പറ്റുന്നുണ്ട്. സഫാരി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം സെർച്ച് ചെയ്തിട്ട് വീണ്ടും സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സഫാരിയുടെ ഹോം പേജ്, നമ്മൾ സെറ്റ് ചെയ്ത ഹോം പേജ് അവിടെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ബഗ്ഗാണോ അതോ അത് ഫീച്ചർ ആണോ എന്ന് അറിയുന്നില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് ബഗ്ഗാണെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിതിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്യാമറയിലെ ക്വാളിറ്റി ലോസ് എന്തായാലും ഉണ്ടാവും, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടാൻ ചാൻസ് കുറവാണ്, ഈ നേരത്തെ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം. പിന്നെ നിങ്ങൾ iPhone 11 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ്, അതായത് സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറും ഫേസ് ടൈമിൻ്റെ ഗസ്റ്റേഴ്സ് ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ iPhone XR-നും താഴേക്കുള്ള ഡിവൈസസ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ പുതിയൊരു ഐഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ എങ്ങനെ ചൂസ് ചെയ്യാമെന്നുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു നോക്കാം, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.